ഇതെന്ത് വർത്താനോടി പറയണേ? ലോഡ് അടിക്കാനുള്ള കടലാസിൽ നിങ്ങൾ ഒപ്പിട്ടതല്ലേ? എന്നിട്ട് വെട്ടിന്റെ പടച്ചോടെ നിരക്കാത്ത വർത്താനം പറഞ്ഞാലുണ്ട്. ബഷീർ സാറേ, നിങ്ങൾ ഇങ്ങനെ ചാടി തുള്ളിയിട്ട് ഒരു കാര്യമില്ല. കുരുവിത്തോട് വന്ന് ലോഡ് എടുക്കണമെങ്കിലേ വണ്ടിക്ക് മെയിന്റനൻസ് ചാർജ് കിട്ടണം. അതെ, കഴിഞ്ഞ സീസണിൽ വണ്ടിപ്പണിക്ക് ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊരു പുത്തൻ വണ്ടി വാങ്ങിയേനെ. ആ പണി നമ്മൾ അങ്ങ് നിർത്തി. കെട്ട് ചുമന്നതാ ഇവിടെ കൊടുന്നിട്ടാലേ ഞങ്ങൾ ലോഡ് എടുക്കും. ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കേയുള്ളൂ. ഞങ്ങൾ തൊടില്ല. വല്ലോ നടക്കുവോ നായരെ? ഒന്നും പറയാറായിട്ടില്ല. കാടും മലയും കടന്ന് 12,000 മനുഷ്യന്മാരൂടെ പണിയെടുക്കാൻ വന്നിട്ടുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ് അലമ്പാക്കി സീസൺ മുടങ്ങിയ അതിങ്ങടെ കഞ്ഞുകൂടി മുട്ടും. അതുകൊണ്ട് മാത്രം ബഷീറും തോറ്റു തരിക. പറ, വണ്ടിക്ക് മെയിൻ്റനൻസിന് എത്ര കായ് വേണം? വണ്ടി ഒന്നിന് ഡെയിലി 300-400 എന്ന നോക്കാം. 300-400 നിന്റെ ഒക്കെ മയ്യത്ത് പെട്ടികളെ കായും കൂടെ ചേർത്ത് തുണിസഞ്ചി പൊതിഞ്ഞു തരാം. വരട്ടല്ല മക്കളെ, ബഷീർ ഇതൊക്കെ കുറെ കണ്ടതാ. കായ് മുടക്കി കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തിക്കാനും ഞമ്മക്കറിയാം. അതിനുള്ള നിയമവകുപ്പ് നാട്ടിലുണ്ടോന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. കുഞ്ഞിക്കട്ടാ, വണ്ടി എടുക്കടാ. നാട്ടിലെ നിയമവും വകുപ്പൊക്കെ അങ്ങ് ചുരത്തിന് താഴെ. ഇവിടുത്തെ രീതികൾ ഇത്തിരി വ്യത്യാസപ്പെട്ടതാ. അതിന് മലപ്പുറത്തങ്ങാടിന്ന് വന്ന ബഷീറായിട്ട് മാറ്റാൻ നോക്കണ്ട. എന്തേ, മടവാളിന് പള്ളകീറി കൊക്കലെറിയാൻ നാം കാണുന്നു. കാട്ടുവള്ളിക്കപ്പുറത്ത്, വൻമരങ്ങൾക്കപ്പുറത്ത് അവന്റെ നിഴലനക്കം നാം കാണുന്നു. അവൻ എത്തിക്കഴിഞ്ഞു. ഹരി ഓം, ഹരി ഓം. നമുക്കോരോ സോഡ നാരങ്ങ വെള്ളം കാച്ചിയാലോ? അല്ല, പുറത്ത് നല്ല ചൂടാണ്. മെനക്കേടാവോ? അത് ഉറപ്പല്ലേ? കരിനാക്ക് വളയ്ക്കാതടാ, പോയി വെള്ളം പറ. അതാണ് അവിടെ നിൽക്കാന്. വല്ലതും നടക്കുവോ? എന്നാ വേണ്ട. ലോഡ് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞ്. പണിമുടക്കെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഒരു നോട്ടീസൊക്കെ വേണ്ടേ? ഒന്ന് വന്നേ. പറയട്ടെ, വാ. കഴിഞ്ഞ കൊല്ലം വരെ കുരുവിത്തോടി നിന്നാണ് നമ്മൾ ലോഡ് എടുത്തോണ്ടിരുന്നത് ആണല്ലോ. പിന്നെന്താ ചാക്കു ഇത്തവണ ഇങ്ങനെ? ഇത്തവണ അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. ഹലോ, കാര്യങ്ങളൊക്കെ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് മേലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദാ ഇവിടെ. ഇവിടോ?
പാല ഈരാറ്റുപേട്ട റോഡ് നല്ല ബെസ്റ്റ് റോഡാ. മഴ എത്ര പെയ്തു, വെള്ളം എത്ര പൊങ്ങി, ഇപ്പോഴും മാർബിളാ. നാളെ മുതൽ നമ്മൾ അവിടുന്ന് ഈറ്റ വിട്ടു എന്ന് തീരുമാനിച്ചാ നടക്കോ? നടക്കില്ല. കാരണം പാലയിൽ ഈറ്റയില്ല. അതാണ് ഈറ്റ ഉള്ളിടത്തേക്ക് നമ്മൾ ചെല്ലണം. അല്ലാതെ നമ്മളിങ്ങനെ മീശ പിരിച്ച ഈറ്റ ഇങ്ങോട്ട് വരില്ല. വണ്ടി ഒന്നിന് 100 രൂപ വെച്ച് മെയിൻ്റനൻസ് ചാർജ് തരാമെന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദര, 100 രൂപ എന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ 2 ബിരിയാണി വേണമെങ്കിൽ ആ, വയർ നിറച്ച് ബിരിയാണി കഴിക്കുക, ഹാപ്പി ആയിട്ട് പണിയെടുക്കുക, അല്ലേ നമ്മുടെയൊക്കെ ഒരു സന്തോഷം. ബഷീറെ, അടുത്ത ട്രിപ്പിന് മുമ്പ് ഇവരെ സെറ്റിൽ എപ്പോ കൊടുത്തു ചോദിച്ചാ പോരെ? പ്രശ്നം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സലീം സാർ വളരെ ഡീസന്റ് ആണ് എങ്ങനെ എന്ന് വെച്ചാ ശ്രമിച്ചാ ഡീസന്റ് ആക്കി എടുക്കാമെന്ന്. ആ, അതാണ്. വാ. നിക്കടാ അവിടെ. കൊറേ നേരമായിട്ട് നീ നിന്നങ്ങ് പൊലിക്കണല്ലോ. കേറ്റിയ ലോഡ് തിരിച്ചുകൊണ്ടിട്ടിട്ട് ചോര പറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ പുകച്ചു കളയും ഞാൻ. പോയക്കാൻ ഞങ്ങളെന്താ കുന്തിരിക്കോ? പോടാ. രാമേട്ടാ, നീ ഇന്നലെ വല്ലോവന്റെ അല്ലേ കൈയിടണേ? നിങ്ങൾക്കുള്ളത് ഞാൻ വിളമ്പില്ലേ? ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞേക്ക്. നീ വരാൻ ഇങ്ങോട്ട് പോടാ. എഴുന്നേറ്റ് പോടാ. നീ വാ. ഞാൻ